ഞാൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് കേരള ഫോറത്തിൻ്റെ ഫൗണ്ടർ മെമ്പറാണ്. എൻ്റെ വലതുവശത്തിരിക്കുന്നത് റോബിൻ ഗിരീഷാണ്. കേരളത്തിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് പരിചയപ്പെടുത്തിയത് റോബിൻ ഗിരീഷാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വന്നാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റിൽ തൃശ്ശൂർ എറണാകുളം ഓടിക്കുന്ന ഓപ്പറേറ്ററാണ്. പേര് സുമേഷ്. ഞാൻ ഒരു പ്രസ് നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ അവരെല്ലാ കൊല്ലവും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഡേറ്റ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ഡേറ്റയിൽ നാഷണൽ ആവറേജ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 പേർക്ക് 1.33 ബസ്സസ്സാണ്. അപ്പോൾ ആ റേഷ്യോ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങൾക്ക് ഏതാണ്ട് 35,000 to 50,000 ബസ്സസ് വേണം. പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ 7,000 ബസ്സും KSRTCയുടെ അടുത്ത് 5,000 ബസ്സുകളുള്ളൂ. അതിൽ കണ്ടീഷനായിട്ടുള്ള ബസ്സുകൾ പിന്നെയും കുറവാണ്. അപ്പോൾ നമ്മുടെ ആവറേജ് എന്ന് പറയണമെങ്കിൽ നാഷണൽ ആവറേജിൻ്റെ പകുതിയേക്കാളും താഴെയാണ്. മാത്രമല്ല നമ്മളുടെ ആവറേജ് ബംഗ്ലാദേശിനേക്കാളും പുവറാണ്. അപ്പോൾ പുതിയ പുതിയ സാധ്യതകളിൽ ഇനി ബസ് വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന് ആവശ്യമായ പൊതുഗതാഗത ബസ്സുകളുണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ബസ്സുകളുടെ ക്ഷാമമല്ല നമുക്കുള്ളത് ബസ്സുകളുടെ ദാരിദ്ര്യമാണുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 140 വരെയുള്ള പെർമിറ്റുകളെ പ്രൈവറ്റിന് അനുവദിക്കുകയുള്ളൂ. അതിന് മുകളിലുള്ളത് മുഴുവൻ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ മുഴുവൻ അവർ എക്സ്ക്ലൂസീവായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊന്നും പുതിയ പെർമിറ്റ് കൊടുക്കുന്നുമില്ല. അപ്പോൾ KSRTCയുടെ അടുത്ത് ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാനായിട്ട് 1200 ബസ്സുകളേ ഉള്ളൂ. അതായത് ഒരു ജില്ലയ്ക്ക് 100 ബസ്സുകൾ പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇനി പൊതുഗതാഗതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സാധ്യതകൾ തേടിയേ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ല സാധ്യതയാണ് ഈ പെർമിറ്റ് രാജ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈബ്രിഡ് പ്രൊഡക്റ്റാണ്. അത് ഒരേ സമയം CC ആണ്, അത് ഒരേ സമയം SC ആണ്. സ്റ്റേജ് കാരേജിൻ്റെ കുറേ പവേഴ്സ് അതിനുണ്ട്. അതിന് ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. കളർ കോഡ് ബാധകമല്ല. നിങ്ങൾക്ക് സ്റ്റാൻഡിൽ കയറാൻ പറ്റും. റൂട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. റേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ 2030 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് വെഹിക്കിളെല്ലാം EVയിലേക്ക് മാറണം. അപ്പോൾ EVയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EVക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് തന്നെ പെർമിറ്റ് ആവശ്യമില്ല. അപ്പോൾ പെർമിറ്റ് ഇല്ലാത്തൊരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ATPയുടെ ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് 5 വർഷം മുൻപ് നമുക്ക് എത്രയാണോ ഇതിനകത്ത് നികുതി കിട്ടിയിരുന്നത് അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ റേഷ്യോ ഇപ്പോൾ ഈ അടുത്ത കൊല്ലം മാർച്ചോടെ തീരും. അത് കഴിഞ്ഞാൽ നമ്മുടെ GST പോലെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്പർ ഓഫ് ബസ്സസ് ഇല്ലെങ്കിൽ ആ കിട്ടുന്ന വരുമാനം നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല നമ്മൾ അന്യ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ATP ബസ്സുകളുണ്ട്. നാഗാലാൻഡ് അങ്ങനെ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ബസ്സുകൾക്ക് കേരളത്തിൽ നികുതി ഏർപ്പെടുത്താനായിട്ട് ഇന്നേ വരെ നമുക്ക് പറ്റിയിട്ടില്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊന്നും പറ്റിയിട്ടില്ല. ആകെ ഹിമാചൽ പ്രദേശിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്പർ ഓഫ് ATP ബസ്സസ് കൂടുക എന്നുള്ളതാണ് ഞങ്ങൾ ATP4 ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇനിയുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്കുള്ളത്. ഇപ്പോൾ അടുത്ത കൊല്ലം NH66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓണാവും. ഇപ്പോൾ കാസർഗോഡ് തിരുവനന്തപുരം പോകാനായിട്ട് 24 മണിക്കൂർ സമയമെടുക്കും. കാരണം റോഡ് കണ്ടീഷൻ അത്രയും മോശമാണ്. പക്ഷേ അടുത്ത കൊല്ലം NH66 ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ 6 മണിക്കൂറേ പറ്റുള്ളൂ. അപ്പോൾ ഈ 6 മണിക്കൂർ കവർ ചെയ്യാനെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ബസ്സസ് വേണം. കാരണം 90 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന പുതിയ ക്വാളിറ്റിയുള്ള ബസ്സസ് വേണം. അങ്ങനെ ബസ്സസ് ഓടിക്കാനായിട്ട് KSRTCയുടെ അടുത്ത് കാശുമില്ല, അവർക്ക് അതിന് സംവിധാനമില്ല. അപ്പോൾ ATP ആയിരിക്കും ഇന്നത്തെ റൂളിംഗ് പവറായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കുറച്ചും കൂടി സപ്പോർട്ടീവായിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATPക്കെതിരെ MVD അതെ പോലീസും അതെ ഒരു റിട്രാക്റ്റീവ് ആക്ഷനാണ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ATPക്കെതിരെ വയലേഷൻ ഉണ്ടെങ്കിൽ ATPയിൽ തന്നെ പ്രൊവിഷൻസ് ഉണ്ട് ആ വയലേഷൻസ് ചെക്ക് ചെയ്യാനായിട്ട്. ആ പ്രൊവിഷൻസ് സോഫ്റ്റ്വെയറായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. അതിപ്പോൾ ഇവർ കണ്ടമാനം മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ആ ഓപ്ഷൻ എടുത്ത് മാറ്റിയത് കാരണം ഇപ്പോൾ MVDക്ക് ATP റൂൾസ് വയലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ MV ആക്ടിലെ പല പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാതെ പെർമിറ്റ് വയലേഷൻ എന്ന് പറഞ്ഞിട്ട് 7,000 റുപ്പീസൊക്കെ
ഫൈനിട്ട് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫൈനൊക്കെ ഈടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ATP ആണെന്ന് പറഞ്ഞ് നമ്മളൊരു കേസൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സമയം നമുക്ക് ഇതിനകത്ത് ലോസ് ആവും. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ ഇതിനകത്ത് വരാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ ഒരു ദുർഘടം പിടിച്ച ഒരു മേഖലയായിട്ടാണ് അവർ കരുതുന്നത്. ഇപ്പോൾ എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഓപ്പറേറ്ററാണ്, പുള്ളിക്ക് 2 ബസ്സുണ്ട്. ഒരു ബസ് ഒരു 48 സീറ്റിൻ്റെ ഒരു മാർക്കോപോളോ ബസ്സിന് ഓൾമോസ്റ്റ് 50 lakhs ആണ് വില. അപ്പോൾ 1 കോടി രൂപ മുടക്കിയിട്ട് നമ്മളുടെ ബസ് ഇടയ്ക്കിടയ്ക്ക് ഇവർ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അയാളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളൊരു ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അത് പാടില്ല. നമ്മൾ കോടതിയിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കേസ് നടത്താനും MVD ആയിട്ടൊക്കെ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷേ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് വൈറ്റിലെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് KSRTCക്കാർ കൊണ്ടുവന്ന് അവരുടെ വണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. റോഡിൽ ഇവർ പെറ്റി ഗുണ്ടകളെ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രൈവർമാരെ ആക്രമിക്കുന്നു. നമ്മൾ പോലീസിൽ പരാതി കൊടുത്താലും പോലീസ് അവരെ വെറുതെ ശാസിച്ച് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് അവർ പെരുമാറുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് പുതിയ ചെറുപ്പക്കാർ വരില്ല. അപ്പോൾ അത് ഞങ്ങൾ കോടതിയിൽ കൊടുക്കേണ്ട കേസും പോലീസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊതുജനങ്ങളോട് അഭിപ്രായം പറയണം. അതായത് ഞങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ഇതാണ്. അപ്പോൾ പല റിപ്പോർട്ട് ചാനലിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ATP എന്തോ ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണെന്ന് പറഞ്ഞ് വരുന്നു. വാർത്തയിടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്കെതിരെ വാർത്തയിടുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഇടണം. ഞങ്ങളുടെ നമ്പർ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ തന്ന പ്രസ് നോട്ടിൽ എല്ലാവരുടെയും നമ്പറുണ്ട്. അത് ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് പറയാം. വിഷയം ഹൈക്കോടതിയിലുണ്ടാകും. അന്ന് അവസാനമായിട്ട് പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഈ റോബിൻ ബസ് നടത്തുന്നത് ഉണ്ടല്ലോ, റോബിൻ ബസ് നടത്തുന്നത് നിയമലംഘനമാണെന്നാണ് പറഞ്ഞത്. അതിനെതിരെ നിങ്ങൾ അപ്പീൽ കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ, അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു? അല്ല, റോബിൻ ബസ്സിന് ഞാൻ എക്സാമ്പിൾ ഓക്കെ അതെവിടെയാണ് ആ ഓർഡർ വന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റോബിൻ ബസ് ഇല്ലീഗൽ ഓപ്പറേഷൻ ആണ് എന്ന് കോടതി പറഞ്ഞെങ്കിൽ നമ്മളിവിടെ ഗുണ്ടാരാജൊന്നും അല്ലല്ലോ നടക്കുന്നത്. അന്നും ഇന്നും കൃത്യമായിട്ട് റോബിൻ ബസ് സർവീസ് നടത്തുന്നതുകൊണ്ട് എറണാകുളത്തോട് തന്നെ വന്നാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിന് ശേഷം എന്തേ അവർ കൈവെക്കാൻ തയ്യാറാകാത്തതെന്ന് നമുക്കറിയാമല്ലോ. കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് കാരേജ് വണ്ടികൾ പല സ്ഥലത്തുനിന്ന് പല സ്ഥലത്തേക്ക് ആളെ കയറ്റി ഇറക്കി പോകാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ അടുത്ത സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഇത് ചെയ്യാം, അത് കൃത്യമായിട്ട് ഇന്ന റൂളിൽ ഇന്ന ഭാഗത്ത് പറയുന്നുണ്ട്. അത് ഹൈക്കോടതി കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ പത്രങ്ങൾ എഴുതിയത് ഓടാൻ പാടില്ല. പക്ഷേ ആരാണ് അപ്പീൽ പോകേണ്ടത്? ഞാൻ കോൺട്രാക്ട് കാരേജ് സർവീസ് ഒരു കോൺട്രാക്ട് കാരേജ് പെർമിറ്റുള്ളൊരു വണ്ടി വെച്ച് ഞാൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്തിനാണ് അപ്പീൽ പോകേണ്ട കാര്യം? ഞാൻ അപ്പീൽ പോയില്ല. പോകേണ്ട ആൾക്കാർ വേറെ കോൺട്രാക്ട് കാരേജുകാരാണ്. അവർ പോയിട്ടില്ല, എൻ്റെ കുറ്റമല്ല. എന്തായാലും എൻ്റെ വണ്ടി സർവീസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും ഓടുന്നു. കേസ് അനുകൂലമാകുകയാണെങ്കിൽ എന്നല്ല, ഇപ്പോൾ ഓൾറെഡി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേസ് അനുകൂലമായിട്ട് വിധിച്ചിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എന്നോട് വീണ്ടും മജിസ്ട്രേറ്റ് കോർട്ടിൽ, അതാത് വണ്ടി പിടിച്ച സ്ഥലത്തെ മജിസ്ട്രേറ്റ് കോർട്ടിൽ അപ്പീൽ ഫയൽ ചെയ്ത് ആ പൈസ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അവിടുന്ന് കേസ് പറഞ്ഞ് മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എൻ്റെ കണ്ടൻഷൻ ശരിയാണെന്നും എൻ്റേത് ATP ആണെന്നും കൃത്യമായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് തർക്കവും കോടതിക്കില്ല. പക്ഷേ എനിക്ക് പൈസ റിട്ടേൺ തരേണ്ടത് അതാത് RTO, ഏത് RTOയിലാണോ നമ്മൾ പൈസ അടച്ച് ആ RTOയുടെ മജിസ്ട്രേറ്റ് കോർട്ടിൽ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ എല്ലായിടത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആരും കോടതിയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഇതുവരെ ഫയൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആയസിൽ ഇന്ന് വരെ ഇങ്ങനെയൊരു നടപടി നേരിട്ടിട്ടില്ല അവർ. അപ്പോൾ അവർ അതിനും പരമാവധി താമസം എടുക്കുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല. കൃത്യമായ സമയത്ത് ഞാൻ അടുത്ത കണ്ടംപ്റ്റ് ഫയൽ ചെയ്യും. അപ്പോൾ അവർ തന്നെ കൊണ്ടുവന്നോളും. അങ്ങനെയാണ് ഇതുവരെ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. 100% ഓൾമോസ്റ്റ് 200 വണ്ടികളോളം പല സ്ഥലത്തായിട്ട് ഓടുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 200ഓളം വണ്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് പല റൂട്ടിൽ ഓടുന്നുണ്ട്. ഇനി ഓരോരോ റൂട്ടുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഇതായിട്ട് റെഗുലറായിട്ട് പോകാൻ, എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടികൾ ഓടാനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ക്വാളിറ്റി സർവീസ് കൊടുത്താൽ മാത്രമേ ആളുകൾ ലോങ് ഡിസ്റ്റൻസിൽ നമ്മുടെ കൂടെ വരേണ്ട ആവശ്യമുള്ളൂ. ATPയുടെ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കണം, ATP ഫീസ് കൊടുക്കണം. ATP ഫീസ് എന്ന് പറഞ്ഞാൽ ടു മച്ചാണ്.
അല്ലെ 3 മച്ചാണ്, ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം സർവീസാണ്. നമ്മൾ ഒരു കാരണവശാലും നമുക്ക് KSRTC ആയിട്ടോ സ്റ്റേജ് കാരേജ് ഓടിക്കുന്ന ഓർഡിനറി സർവീസായിട്ടോ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റേറ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ATP ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹൈബ്രിഡ് മോഡലാണ്. ഹൈബ്രിഡ് മോഡലായതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 40 സീറ്റുള്ള ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് 40 ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യാം. CC ആണെങ്കിൽ ഒറ്റ കോൺട്രാക്റ്റേ പറ്റുള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക്കൽ ഗുണ്ടകളെ വെച്ചിട്ട് ഇവർ നമ്മളെ വണ്ടികളെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പോൾ മുട്ടത്ത് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഒരാൾ കള്ളു കുടിച്ച പോലെ അഭിനയിച്ചിട്ട് തെറി പറയുകയും അവസാനം കുറേ ആളുകളൊക്കെ ചേർന്നിട്ട് നമ്മുടെ ഡ്രൈവറെയൊക്കെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ ഉദ്ദേശം ഈ ട്രിപ്പ് പൊട്ടിച്ച് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതിൻ്റെ പിന്നിൽ KSRTCയുടെ ആൾക്കാരാണെന്ന് മാത്രമല്ല, ഇത് KSRTCക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ആന്റണി രാജു എന്ന് പറഞ്ഞ മുൻ മന്ത്രിയുടെ കാലത്ത് KSRTCയുടെ ഗുണ്ടകളായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പാണ്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരുന്നു അന്ന് KSRTCയുടെ ഗുണ്ടകൾ. ഇന്ന് ആ ഗുണ്ടായിസം മാറ്റിയിട്ട് വെറും ലോക്കൽ യൂണിയൻകാരെ കൂട്ടിയേക്കാണ്. CET പോലത്തെ യൂണിയൻകാരെ കൂട്ടിയിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ആകാമെന്ന് വെച്ചാൽ അഡ്മിറ്റ് ആകാൻ അവർ സമ്മതിക്കില്ല. അത് നമ്മൾ അവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി പറയാമെന്ന് പറഞ്ഞു വന്നാൽ പോലീസുകാർ കേസ് എടുക്കുകയില്ല. അവർ പറയുന്നത് നമുക്ക് കോംപ്രമൈസിൻ്റെ ലെവലിൽ പോകാം. ഇതെങ്ങനെ ഈ നാട്ടിൽ മുന്നോട്ട് ഓടാൻ പറ്റും? ഇല്ല, സ്റ്റേജുകാരായിട്ട് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ടാക്സ് സ്ട്രക്ചർ വളരെ കുറവാണ്. പിന്നെ അവർക്ക് 140 കിലോമീറ്ററേ ഉള്ളൂ മാക്സിമം. നമ്മൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഓടുന്നത്. പിന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റ് ഇസ് ടു മച്ച്. അതുകൊണ്ട് നമുക്ക് ATP ഫീസ് അടക്കുന്നതുകൊണ്ട് നമ്മുടെ റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരിക്കലും KSRTCക്കോ സ്റ്റേജ് കാരേജിനോ നമ്മൾ ഒരു ബാധ്യതയോ ഭീഷണിയോ അല്ല. ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അതാണ്. കാരണം ഇത് ATP സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2030 ആകുമ്പോഴേക്കും എല്ലാവരും EVയിലേക്ക് കൺവേർട്ട് ചെയ്തോളാമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. EVക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ATP ഫീസ് 0 ആണ്. അതുപോലെ തന്നെ അവർക്ക് പെർമിറ്റും ബാധകമല്ല. അപ്പോൾ 2030 ആയി കഴിയുമ്പോഴേക്കും ഇലക്ട്രിക് വെഹിക്കിളാണ് ഇവിടെ ഓടുന്നതെങ്കിൽ ഈ റേറ്റുകളെല്ലാം താഴോട്ട് വരും. അഗ്രീഡ്? താങ്ക് യു. അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഹിയറിംഗ് നടക്കുകയാണ്. അതായത് ബസ്സുകളുടെ ടൈം സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ടൈം മുനിസിപ്പാലിറ്റിയിൽ 5 മിനിറ്റ്സും പഞ്ചായത്ത് ഏരിയയിൽ 10 മിനിറ്റ്സുമായിട്ടാണ് വെക്കുന്നത്. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം 5 മിനിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആലുവ റൂട്ടിൽ തന്നെ 24 മണിക്കൂർ വേണ്ട, അത് പോരാണ്ട് വരും. കാരണം അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്കും 150 ബസ്സുകൾക്ക് ഓടാനായിട്ട് ഏതാണ്ട് 48 അവേഴ്സ് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിന്ന് അവിടെ തിരുവനന്തപുരത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം യൂട്ടോപ്പിയാണ്, നടപ്പാക്കാൻ പറ്റില്ല. ജിയോ ഫെൻസിങ് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ വൈറ്റ്ല സെക്ടറിലും തോപ്പുംപടി ചെല്ലാനം സെക്ടറിലും നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഒരു ബസ് ഇപ്പം നിലവിൽ ഓടുന്ന ബസ്സുകൾ കറക്റ്റ് സമയത്ത് 5 ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ പാസ് ചെയ്യണ്ടോ എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 സ്ഥലത്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നടക്കാം. അല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ആക്ച്വലി അത് നടക്കില്ല. ആക്ച്വലി ഇത് ഈ 140 മണ്ഡലങ്ങളിലും ആ 140 മണ്ഡലത്തിലെ MLA-മാരെ കൂട്ടി ഇവിടെ ആ മണ്ഡലത്തിലെ ഓരോ റൂട്ടുകളെക്കുറിച്ചും പഠിച്ച് അതാത് ആർ ടി ഒമാർ റൂട്ടുണ്ടാക്കി അങ്ങനെ ഏതാണ്ട് 1000-1500 റൂട്ട് കണ്ടുപിടിച്ച് പ്രൈവറ്റുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചു. പക്ഷേ ഓടാനാരും വന്നില്ല, ആരും വണ്ടി എടുത്തുകൊണ്ട് വന്നുമില്ല. അപ്പോൾ പിന്നെ അടുത്ത പുതിയൊരു പൂട്ട് നോക്കുന്നതാണ് ഇങ്ങനെ. പക്ഷേ ഇത് അതിനു വേണ്ടി മുടക്കുന്ന ആ പണം വേറെ എന്തെങ്കിലും കാര്യത്തിന് മുടക്കിയാൽ അതെങ്കിലും രാജ്യത്ത് ലാഭമാകും. ഇത് ചുമ്മാ രാവിലെ ഒരു ഉട്ടോപ്യൻ തീരുമാനം പ്രഖ്യാപിക്കുന്നു, അതിനൊരു മീറ്റിംഗ് വിളിക്കുന്നു, പിന്നെ അതിൻ്റെ പുറകെ പോകുന്നു. അതിൻ്റെ ഇത് തീർക്കാൻ വേണ്ടി വണ്ടിക്കാർ കുറേ എണ്ണം കോടതിയിൽ കൂടെ പോകുന്നു, കുറേ വ്യവഹാരങ്ങൾ നടത്തുന്നു. ഇത് തന്നെ പണി. ആർക്കും ഒരു ഗുണവുമില്ല. കുറേ ചർച്ചകളും കാര്യങ്ങളും നടക്കും.